വേണു വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇന്നൊരു 11:15 കൂടിയാണ് മലപ്പുറം SP ഓഫീസിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് വന്നത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിന് എതിരായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് നടത്തിയത്. എന്തടിസ്ഥാനത്തിലാണ് മലപ്പുറത്തെ മാത്രം മുഖ്യമന്ത്രി ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷേധ മാർച്ച് എത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡ് പിടിച്ചു കുലുക്കിയതോടെ തന്നെ ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. ആ സമയത്ത് പ്രവർത്തകർ മാറിപ്പോയി എന്നുണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സംസാരിച്ചതിന് ശേഷം അതിന്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പ്രവർത്തകർ ഒത്തുകൂടുകയും ബാരിക്കേഡിന് സമീപം എത്തി മുദ്രാവാക്യം വിളിയും വന്നതോടുകൂടിയാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഇപ്പോഴും ജലപീരങ്കി അടിക്കുന്നത് പോലീസ് തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നേർചിത്രം. ഏകദേശം 50ഓളം പ്രവർത്തകരാണ് ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. വീണ്ടും ബാരിക്കേഡിന്റെ മുൻവശത്തേക്ക് തന്നെ പ്രവർത്തകർ എത്തുന്നു. ജലപീരങ്കി നിർത്തുന്നില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. പ്രവർത്തകർ കൂടുതൽ ഈ പ്രദേശത്തേക്ക് എത്തുന്നു. ആളുകൾ ചിതറി പല ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ജലപീരങ്കി നിർത്താതെ തന്നെ അടിക്കുന്നു. ഇതിനു മുൻപും മാർച്ചിന്റെ തുടക്കത്തിലും ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിപ്പോൾ 2ാം തവണയാണ് ഈ മാർച്ചിന് നേരത്തെ നടത്തുന്നത്. മുഖ്യമന്ത്രി ഒരു നാടിനെ അപലവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹിന്ദുവിലെ ലേഖനവുമായി ബന്ധപ്പെട്ട് PR ഏജൻസിയുടെ പങ്ക് അതിലൊക്കെ തന്നെ മൗനമാണ്, ചിരിച്ചു തള്ളുകയാണ്. ഇക്കാര്യത്തിലൊന്നും തന്നെ എന്തുകൊണ്ട് ഒരു വ്യക്തത വരുത്തുന്നില്ല, എന്തുകൊണ്ട് കാര്യങ്ങളെ സംബന്ധിക്കുന്നില്ല, മുഖ്യമന്ത്രിക്ക് PR ഏജൻസി ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് പ്രതിഷേധ മാർച്ച് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ പോലീസിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ കഴിഞ്ഞ ആഴ്ചയും SP ഓഫീസിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തിയിരുന്നു. ഇത് 2ാം തവണയാണ്. ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി അടിക്കുന്നത് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്. സമീർ ബിൻ കരീമും ചേരുന്നു. സമീർ, പോലീസ് അറസ്റ്റിലേക്ക് കടക്കാതെ ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ ഓടിക്കുക എന്നതിലേക്കാണോ ഇപ്പോൾ തീരുമാനം? വേണോ, പോലീസ് തീർച്ചയായും ലാത്തിയോ അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്ക് കടക്കാതെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5 മിനിറ്റോളം സമയത്താണ് യൂത്ത് ലീഗിന്റെ മാർച്ചിന് നേരെ അല്ലെങ്കിൽ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗമുണ്ടായത്. മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് തന്നെ പോലീസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായുള്ള ജലപീരങ്കി പ്രയോഗവും ഈ മാർച്ചിന് നേരെ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ PMA സലാം മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പോയതിന് പിന്നാലെയാണ് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഈ SP ഓഫീസിന്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് ഈ പോലീസിനെ ഒപ്പം തന്നെ ചൊടിപ്പിച്ചത്. അതിന് പിന്നാലെ തുടർച്ചയായി ഓഫ് ചെയ്യാതെ ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ബാരിക്കേഡിന് അപ്പുറത്തും ഇപ്പുറത്തുമായി ഉന്തുന്നളിലേക്കും കാര്യങ്ങൾ പോയിരിക്കുകയാണ്. PMA മാർച്ച് ഉദ്ഘാടനം ചെയ്ത PMA സലാം അതിരൂക്ഷമായാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPM-നെയും കടന്നാക്രമിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. RSSന്റെ അജണ്ട മുഖ്യമന്ത്രിയിലൂടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നടപ്പിലാക്കുകയാണ് എന്നുള്ളതാണ് PMA സലാം പറഞ്ഞു വെച്ചത്. RSSന്റേതായി മുഖ്യമന്ത്രിയുടേതായി പുറത്തു വരുന്ന എല്ലാവിധ കാര്യങ്ങളും RSSന്റെ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ അതിനനുസൃതമായി നടപ്പിലാക്കാൻ വേണ്ടി മലപ്പുറത്ത് ഒരു SP നിയോഗിച്ചു. ആ SP മുഖേന മലപ്പുറത്ത് കേസുകൾ വർദ്ധിപ്പിച്ചു. ഇങ്ങനെയുള്ള ഗുരുതരമായ പ്രവർത്തനങ്ങളാണ് മുഖ്യമന്ത്രിയും CPM നടത്തിയത് എന്നുള്ളതാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PMA സലാം ആരോപിച്ചത്. അതോടൊപ്പം തന്നെ പോലീസ് രാജ് അവസാനിപ്പിക്കുക, മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തിനെതിരെയുള്ള വിവാദ പരാമർശം പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ഏതാണ്ട് അരമണിക്കൂർ മുന്നേ SP ഓഫീസിന്റെ ഭാഗത്തേക്ക് എത്തിയത്. ഏതാനും ചില പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ തന്നെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് SP ഓഫീസിന്റെ ഭാഗത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചപ്പോൾ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് നേതാക്കളും പോലീസും ഇടപെട്ട് ഈ പ്രവർത്തകരെ ശാന്തമാക്കി മാറ്റുകയായിരുന്നു. അതിനു പിന്നാലെയാണ് PMA സലാം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിനു ശേഷം വീണ്ടും പ്രവർത്തകർ പ്രകോപിതരാവുകയായിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മറിച്ചിടാനുള്ള ശ്രമമുണ്ടായി. അത് പാതി വിജയിക്കുകയും ചെയ്തു. ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പക്ഷേ പോലീസിൽ അത്തിവീശാനോ അല്ലെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനോ ഉള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. അതിന് പകരം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷാവസ്ഥ തുടരുന്നുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും ഉണ്ടാകുന്നു. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചതിനെതിരെയുള്ള ഒരു പ്രതിഷേധം അണികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഈ ബാരിക്കേഡിന് സമീപത്തിൽ നിന്ന് പ്രവർത്തകർ വലിയ രീതിയിൽ മുദ്രാവാക്യം മുഴക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാകുന്നത്. വേണോ, സമീറ, ഇപ്പോഴും വലിയ പങ്കാളിത്തമുണ്ടോ അവിടെ? ഈ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന സൂചനയാണോ വരുന്നത്?
വേണു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് മലപ്പുറത്ത് നടക്കുന്ന ഒരു പ്രതിഷേധമാണ്. യൂത്ത് ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്, മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ മലപ്പുറത്തിനെതിരെയുള്ള പരാമർശവും കൂടിയാണ്. ഇതുകൂടി കണക്കിലെടുത്ത് ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോടൊക്കെ തന്നെ വലിയ രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ പോലീസും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. വലിയ എണ്ണത്തിൽ പോലീസും ഇവിടെ സജ്ജമായിട്ടുണ്ട്. പുറത്ത് പോലീസിന്റെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ബസ്സും എല്ലാം തന്നെ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും പോലീസ് നിലവിൽ സംയമനം പാലിക്കുകയാണ്. പോലീസ് പ്രകോപിതരാകുന്നില്ല, അല്ലെങ്കിൽ പോലീസ് പ്രവർത്തകരുടെ പ്രകോപനം ഉണ്ടാക്കുന്നതിനനുസരിച്ച് പോലീസ് നീങ്ങുന്നില്ല. അമിതമായി കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ മാത്രം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഈ സമരത്തെ ഇങ്ങനെ നേരിടാനാണ് പോലീസിന്റെ നിലവിലത്തെ തീരുമാനം. ഏതായാലും വലിയൊരു ജനപങ്കാളിത്തം ഈ ഒരു സമരത്തിലുണ്ടായി. അത് ഈ സമരത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് മലപ്പുറം പരാമർശമാണ് പ്രധാനമായും മാർച്ച് ഉദ്ഘാടനം ചെയ്ത PMA സലാം അടക്കമുള്ളവർ ഉയർത്തി കാണിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ADGPക്കെതിരെയും PMA സലാം ആഞ്ഞടിച്ചു. അദ്ദേഹം പറഞ്ഞത് കെ സുരേന്ദ്രൻ RSS നേതാക്കളെ കാണുന്നതിനേക്കാൾ അധികം എണ്ണം ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ഗുരുതരമായ ഒരു പരാമർശമാണ് PMA സലാം നടത്തിയത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇത് ഹിന്ദു പത്രത്തിന് ബോധപൂർവമാണ് ഒരു ഇന്റർവ്യൂ നൽകുകയും ആ മലപ്പുറത്തിനെതിരെയുള്ള പരാമർശം ബോധപൂർവമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നും PMA സലാം പറയുന്നു. അതായത് ഈ അമിത്ഷാ അടക്കമുള്ളവർക്ക് മുഖ്യമന്ത്രി പറയുന്നത് മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കണം. അതുകൊണ്ടാണ് ബോധപൂർവ്വം പരാമർശം നടത്തുകയും ആ ഒരു അഭിമുഖം ഇംഗ്ലീഷ് പത്രത്തിനും നൽകിയത് എന്നുള്ളതാണ് PMA സലാം പറയുന്നത്. പിന്നീട് ലോകത്തെല്ലായിടത്തും ഈ അഭിമുഖം പ്രചരിക്കുന്നു. കാണേണ്ടവർ ഈ അഭിമുഖം കാണുന്നു. അതിനുശേഷമാണ് എല്ലാവരും കണ്ടതിന് ശേഷം മാത്രമാണ് ഇത് ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രി കത്ത് നൽകിയത് എന്നും PMA സലാം എടുത്തു പറയുന്നു. എങ്കിലും ഇതുവരെ ഒരു നിയമ നടപടിയും വിഷയത്തിൽ ഉണ്ടായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും വലിയൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകുന്നു. പ്രവർത്തകർ അവരും തന്നെ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ബാരിക്കേഡിന് സമീപം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഏതായാലും നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊരു അഴിവില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതാണ്ട് 1 മണിക്കൂർ മുന്നെയാണ് മലപ്പുറം ടൗൺ ഹാൾ പരിസരത്തിൽ നിന്നും യൂത്ത് ലീഗ് വലിയ പ്രതിഷേധ മാർച്ചുമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് സമീപം എത്തിയത്. അതിന് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് ഏതാണ്ട് 50 മീറ്റർ മുൻപ് വെച്ചാണ് ബാരിക്കേഡ് വെച്ചുകൊണ്ട് പോലീസ് ഈ പ്രതിഷേധ മാർച്ച് തടഞ്ഞിരിക്കുന്നത്. പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് SP ഓഫീസിന്റെ ഭാഗത്തേക്ക് നീങ്ങാനുള്ള ശ്രമമുണ്ടായി. അപ്പോഴാണ് ശരി, സമീറും വിപിൻ സി വിജയനാണ് വിവരങ്ങൾ